നാട്ടുവൈദ്യ പരമ്പരാഗത ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാനും പഠനകേന്ദ്രം തുടങ്ങാനുമുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിൽ ആശങ്ക അറിയിച്ച് ആയുർവേദ മെഡിക്കൽ അസോസിയേഷനും ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷനും രംഗത്ത്. യോഗ്യതയില്ലാത്തവർ ചികിത്സാ രംഗത്തേക്ക് കടന്നു വരുന്നതിന് നടപടി വഴിവെക്കുമെന്നും തീരുമാനത്തിൽ നിന്നും പിൻവാങ്ങണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു. ബില്ലിന്റെ കരട് നിയമവകുപ്പിന്റെ പരിഗണനയിലാണിപ്പോൾ. സുപ്രീംകോടതി ഉത്തരവുകളുടെ ലംഘനമാണ് സർക്കാരിന്റെ നീക്കമെന്നും സംഘടനകൾ കുറ്റപ്പെടുത്തുകയാണ്. നാട്ടുവൈദ്യം, പാരമ്പര്യ വൈദ്യം തുടങ്ങിയ മേഖലയിലെ ചികിത്സാ സമ്പ്രദായവും നാട്ടറിവുകളും സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് നിയമനിർമ്മാണമെന്നാണ് സർക്കാരിന്റെ വാദം. അതേസമയം അപ്പോൾ ഈ രംഗത്തെ ആശങ്കകൾ സംബന്ധിച്ച് ആയുർവേദ മെഡിക്കൽ അസോസിയേഷനും മറ്റ് സംഘടനകളുമൊക്കെ തന്നെ അറിയിക്കുമ്പോൾ ഡോക്ടർ ജി വിനോദ് കുമാർ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെ സംസ്ഥാന പ്രതിനിധി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ നാട്ടുവൈദ്യവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ, അത് ഏതൊക്കെ രീതിയിൽ അത് ഇവർ പറയുന്ന ആശങ്കയ്ക്ക് വഴിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഷാഫി ഗുരുക്കൽ ചേലാവൂർ പരമ്പരാഗത ചികിത്സാ വിദഗ്ധൻ കൂടിയാണ്. ഒപ്പം IMA പ്രതിനിധിയായ ഡോക്ടർ അരുണിനെയും നമ്മൾ അരുണിനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ ജി വിനോദ് കുമാർ, അതായത് സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ഈ ആയുർവേദ പരമ്പരാഗത നാട്ട് അറിവുകൾ, നാട്ട് വൈദ്യം തുടങ്ങിയവയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ 1 കോടി രൂപ നീക്കിവെക്കുകയും അതിൻ്റെ നിയമ നടപടികളുമായി, നിയമ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നടപടികളിലേക്ക് പോവുകയും അത് നിയമവകുപ്പിൻ്റെ പരിഗണനയിലുമാണ് ഇപ്പോൾ ആ ബില്ലുള്ളത്. ഇത് നടപ്പിലാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ആശങ്കകൾ സംബന്ധിച്ച് എന്താണ് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ പങ്കുവയ്ക്കുന്നത്? ഇത്തരം നീക്കങ്ങൾ പൊതുജനാരോഗ്യത്തിന് തന്നെ ഭീഷണിയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കാരണം ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ ഇന്ത്യയിലെയും സംസ്ഥാനത്തെയും നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. PC മെഡിക്കൽ കൗൺസിലിന്റെ കാലത്ത് ഇത്തരം പരമ്പരാഗത ചികിത്സകരെ അതിൽ എത്രയോ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് സംരക്ഷണം നൽകി, B ക്ലാസ് രജിസ്ട്രേഷൻ നൽകി സംരക്ഷിച്ചിട്ടുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ വ്യവസ്ഥാപിത ആയുർവേദ വിദ്യാഭ്യാസം തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ 1889 തുടങ്ങിയതാണ്. ഏകദേശം 136 വർഷങ്ങൾ കഴിഞ്ഞു. കോട്ടക്കൽ ആയുർവേദ കോളേജ് 1917 തുടങ്ങിയതാണ്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് സെന്റിനറി ആഘോഷിക്കുകയാണ്. ഇത്തരം പഠന സൗകര്യങ്ങൾ, ഇതുകൂടാതെ ധാരാളം ആയുർവേദ വൈദ്യ പാഠശാലകളും എല്ലാം ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. ഇന്ന് സംസ്ഥാനത്ത് 3 ഗവൺമെന്റ് കോളേജുകളും 2 എയ്ഡഡ് കോളേജും 12 സെൽഫ് ഫൈനാൻസിങ് ആയുർവേദ കോളേജും. ഇവിടെയെല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ദേശീയ തലത്തിലുള്ള എൻട്രൻസ് ടെസ്റ്റ് പാസ്സായി മികവോടെ വരുന്നവർ. ഈ സന്ദർഭത്തിലാണ് യാതൊരു വൈദ്യ വിദ്യാഭ്യാസവും ഇല്ലാതെ ഏതെങ്കിലും നാട്ടറിവുകൾ കൈവശമുണ്ട് എന്നുള്ള നിലയിൽ ഇവരെ ചികിത്സാ രംഗത്തേക്ക് വിടാനുള്ള തീരുമാനമെടുക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് 2009 ഇതിലൊരു ഓർഡർ കൊണ്ടുവന്നതാണ്. അന്ന് ഞങ്ങൾ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്ത് ആ ഓർഡർ ക്യാഷ് ചെയ്തു. 2003 ഇതിനു മുമ്പ് തന്നെ ഞങ്ങളെല്ലാം കൂടി പാരമ്പര്യ വൈദ്യന്മാരെ എന്നുള്ള പേരിൽ ഇവിടെ സംരക്ഷണം കൊടുക്കുന്നതിനെതിരായിട്ട് കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ റിട്ട് കൊടുക്കുകയും ഡിവിഷൻ ബെഞ്ച് 2013 തന്നെ അത്തരം ഒരു ഇത് കൊടുക്കാൻ പാടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്. അതിനുശേഷം 2009 ഓർഡർ സ്ക്വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെതിരായിക്കൊണ്ട് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി 2018 വളരെ വിശദമായ ഒരു വിധിയിലൂടെ അവിടുത്തെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്, ഇത് പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ഇവിടെ ശരിയായ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ആരെയും രജിസ്ട്രേഷൻ നൽകി ചികിത്സയ്ക്ക് പ്രോത്സാഹിപ്പിച്ചാൽ അത് വളരെ ഇതാണ്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണലി ക്വാളിഫൈഡ്, ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രം ഉള്ളവരെ രജിസ്ട്രേഷൻ കൊടുക്കാവൂ. നിങ്ങൾക്കറിയാം, നാഷണൽ മെഡിക്കൽ കമ്മീഷനും അലോപ്പതിയിലും NCIS ആയുർവേദത്തിലും കൊടുക്കേണ്ട വിദ്യാഭ്യാസത്തിന്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നതും അനുവാദം നൽകുന്നതും. അവര് അംഗീകരിച്ചിട്ടുള്ള അല്ലാത്ത ഒരു മെഡിക്കൽ സിസ്റ്റവും ഇവിടെ കൊടുക്കാൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൊടുക്കാൻ കഴിയില്ല. ഡോക്ടർ ജി വിനോദ് കുമാർ, സർക്കാരിന് എന്താണ് അങ്ങനെയെങ്കിൽ ഇക്കാര്യത്തിൽ താല്പര്യം? ഇതൊക്കെ പഠിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമിതി, വളരെയധികം ആളുകളുടെ സമ്മർദ്ദമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ ആളുകളുടെ സമ്മർദ്ദം. കാരണം ഇത് കിട്ടിയാൽ വേണമെങ്കിൽ 1 ലക്ഷം ആളുകൾക്ക് മേടിക്കാം.
നിങ്ങൾ ഒരു കാര്യം അങ്ങനെ ഒരു താല്പര്യം വരുമ്പോൾ, കാരണം ഇങ്ങനെയുള്ള ആശങ്കകൾ നിങ്ങൾ ഈ ആയുർവേദ അസോസിയേഷൻ ഉണ്ട്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നോ? നിവേദനത്തിലൂടെയോ മറ്റെന്തെങ്കിലും അറിയിപ്പായിട്ടോ സമീപിച്ചോ? എല്ലാ നിലയിലും ഞങ്ങൾ കേരളത്തിലെ 140 MLA-മാരെയും നേരിട്ട് കണ്ടു. ഈ ബില്ല് വന്ന ഇതിന്റെ ആശങ്കകൾ അറിയിച്ചു. മന്ത്രിമാർക്കെല്ലാം ഞങ്ങൾ ഇത് കൊടുത്തു. ഹെൽത്ത് മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തി. മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ നിവേദനം കൊടുത്തു. ഇതിനെല്ലാം ശേഷവുമാണ് ഈ ഡ്രാഫ്റ്റ് വരുന്നത്. ഈ ഡ്രാഫ്റ്റ് വളരെ കാര്യം എന്ന് വെച്ചാൽ അതിലൊരു കമ്മീഷൻ ഉണ്ടാക്കും, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കും. ആ കമ്മീഷന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ഡിപ്ലോമാസ് ഓർ ഡിഗ്രീസ് എന്ന് വരെ ആ ഡ്രാഫ്റ്റിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത് സമാന്തരമായി കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള NCISM ഇതിനെ നിയന്ത്രിക്കുമ്പോൾ എങ്ങനെയാണ് ഗവൺമെന്റിന് ഇങ്ങനെ ഇതിനെ ബൈപ്പാസ് ചെയ്തൊരു നിയമം ഉണ്ടാക്കാൻ കഴിയുക? നാട്ടറിവുകളെ ഞങ്ങൾ തള്ളി പറയുന്നില്ല. നാട്ടറിവുകളെ പരിരക്ഷിക്കുന്നതിന് ഇപ്പോൾ തന്നെ കേരളത്തിൽ സംവിധാനമുണ്ട്. ആയുർവേദ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ അതിന് സംവിധാനമുണ്ട്. ഇന്റർനാഷണൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ തന്നെ അതിന്റെ ഒരു വിഭാഗം നേരത്തെ തുടങ്ങിയത് അങ്ങോട്ട് മാറ്റി അവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ അറിവുകളെല്ലാം അക്കാഡമിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതിന്റെ പേരിൽ വളരെയധികം വ്യാജ വൈദ്യന്മാർ അല്ലെങ്കിൽ വ്യാജന്മാർ ഇത് പ്രാക്ടീസിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ ഞാൻ പറഞ്ഞു 18ഓളം കോളേജുകളുണ്ട്. 1000-ൽ കൂടുതൽ വിദ്യാർത്ഥികൾ എല്ലാ വർഷവും ഇറങ്ങുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ 30,000 രജിസ്റ്റേർഡ് ആയുർവേദ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. ഇത് ആയുർവേദത്തെ മാത്രം ബാധിക്കുന്നതല്ല, വ്യവസ്ഥാപിതമായി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിലുള്ളവരെയും, ആയുർവേദമാകട്ടെ, അലോപ്പതി ആകട്ടെ, ഹോമിയോപ്പതി ആകട്ടെ, ഇവരെല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് നാളെ മറ്റ് സിസ്റ്റത്തിലേക്കും പോകും എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം. ശ്രീ NM അരുൺ, എന്താണ് ഈ IMA പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ നിലപാടൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ പറയുന്ന ആയുർവേദ അസോസിയേഷന്റെ കൺസേൺ, അവരുടെ ആശങ്കയാണ് അവർ പറയുന്നത്. കാരണം മുറിവൈദ്യന്മാരെ സൃഷ്ടിക്കപ്പെടുമോ, യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ആളുകൾ ഇങ്ങനെ നാട്ടുവൈദ്യത്തിന്റെ അല്ലെങ്കിൽ പിൻബലമുള്ള മറ്റെന്തെങ്കിലും ചെറിയ അറിവുകളൊക്കെ നേടിയ ആളുകൾ പോലും ഇങ്ങനെ വ്യാപകമായ തോതിലേക്ക് വൈദ്യശാസ്ത്ര രംഗത്തേക്ക് കടന്നു വരുമോ എന്നുള്ളവരുടെ ആശങ്ക, അത് എത്രത്തോളം അടിസ്ഥാനമുള്ളതാണ് ശ്രീ NM അരുൺ? ആ ആശങ്ക വളരെ പ്രധാനപ്പെട്ടതാണ്, അടിസ്ഥാനമുള്ളതാണ്, അതിൽ സംശയമില്ല. പ്രത്യേകിച്ച് നമുക്ക് വൈദ്യം എന്നുള്ള എന്ത് കാര്യമാണെങ്കിലും ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറയില്ലാതെ ആളുകൾ കൈകാര്യം ചെയ്താൽ അത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ വെച്ച് പന്താടാൻ ഉള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറെ വ്യാജ ചികിത്സകരെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഒരു വ്യാജമായ ഒരു ബിരുദമോ അല്ലെങ്കിൽ വേറെ എന്തോ അങ്ങനെ കൊടുത്തിട്ട് അവർക്ക് ചികിത്സിക്കാൻ വേണ്ടി അവരെ കയറൂരി വിടാനാണ് പോകുന്നത്. ഇപ്പൊ തന്നെ പല കപട വൈദ്യന്മാർ ഇപ്പൊ തന്നെ ഉണ്ട്. അത് പറഞ്ഞാലും ഒരു രജിസ്ട്രേഷനോ ഒന്നും ഇല്ലാത്ത ഒരുപാട് പേര് ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ തടയാൻ തന്നെ സർക്കാരിന് കഴിയുന്നില്ല. സർക്കാർ വിലാസം കൂടുതൽ കപട വൈദ്യന്മാരെ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യത്തിന് വലിയൊരു വെല്ലുവിളി ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണുന്നത്. ഇത് വളരെ ശക്തമായിട്ട് തന്നെ എതിർക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാ അറിവുകളും പണ്ട് നാട്ടറിവുകളായിട്ടും മറ്റും വന്നതാണ്. നമുക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള പല അറിവുകളും ചിലതെല്ലാം നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പലതും നമ്മൾ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ശാസ്ത്രം ഡെവലപ്പ് ചെയ്തത്. സയൻസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് അതിന്റെ ഒരു വലിയൊരു ദിശയിൽ വളരെ ഉയർന്ന സ്ഥിതിയിൽ നമ്മളിപ്പോ നിൽക്കുകയാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ വീണ്ടും യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത കുറെ നാട്ടറിവുകളെ മുന്നോട്ട് കൊണ്ടുവന്നത്, യാതൊരു പരിശീലനവും ഇല്ലാത്ത ആളുകളെ ചികിത്സകരായിട്ട് കൊണ്ടുവരാൻ. എന്താണ് ഷാഫി ഗുരുക്കൾ ചെലാവൂർ, ശ്രീ അരുൺ തുടരുക, ചെലാവൂർ പരമ്പരാഗത ചികിത്സാ വിദഗ്ധൻ കൂടിയാണ് ശ്രീ ഷാഫി ഗുരുക്കൾ ചെലാവൂർ. ഒരു പഠന കേന്ദ്രം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അത് സ്ഥാപിക്കുക, അതിലെന്തായാലും ഈ നാട്ടുവൈദ്യങ്ങളെ പരിപോഷിപ്പിക്കുക, ആ മൂല്യങ്ങൾ അതിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. അപ്പോൾ വലിയ ആശങ്കയാണ് ആയുർവേദ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും ഈ രംഗത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾ. ഇപ്പോൾ IMAയുടെ പ്രതിനിധി കൂടിയായ ഈ മേഖലയിലെ ഈ IMA പ്രതിനിധീകരിച്ചുള്ള വൈദ്യശാസ്ത്ര രംഗത്തെ വിദഗ്ധരൊക്കെ പറയുന്നത് കേട്ടുവല്ലോ. എന്താണ് ഷാഫി ഗുരുക്കൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? ഞാൻ ഈ ബില്ലിനെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കാൻ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ, നമ്മൾ കേരളത്തിന്റെ തനിമ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെയേറെ പ്രശസ്തി ആർജിച്ചതാണ്. ആരോഗ്യ മേഖല എന്തുകൊണ്ടാണ് ഇത്രയും മുന്നിട്ട് നിൽക്കുന്നത് എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മളെ ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളിലെ ആരോഗ്യസ്ഥിതി എന്താണ്? അതിൽ നിന്നും കേരളത്തിന് വ്യത്യസ്തമായിട്ട് എന്താണുള്ളത്?
അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മുടെ അറിവുകൾ, ഈ അറിവുകൾ, നോളേജ്, സ്കിൽ, ഇതെല്ലാം ആളുകൾ കണക്ഷന് ചെറിയ പ്രശ്നമുണ്ട്. ശ്രീ ജി വിനോദ് കുമാർ, ഡോക്ടർ വിനോദ് കുമാർ, 2018 സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം, വിധി പ്രകാരം, അതായത് സിവിൽ അപ്പീൽ നമ്പർ 897/2009 പ്രകാരം അംഗീകൃത യോഗ്യത ഇല്ലാത്തവർക്ക് ചികിത്സയ്ക്ക് അനുവാദം കൊടുക്കാൻ പാടില്ല എന്നത് മാത്രമല്ല, അത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് അതിൻ്റെ ആ പരമപ്രധാനമായിട്ടുള്ള പ്രസക്തമായ കാര്യങ്ങളും അതിൻ്റെ ഉള്ളടക്കമൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് അറിയാമായിരിക്കില്ലേ? മാത്രമല്ല നിയമവകുപ്പിൻ്റെ പരിഗണനയിലാണ് ഈ കരടുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലായിക്കൊണ്ട് സർക്കാർ ഇങ്ങനെ ഏകപക്ഷീയമായൊരു നിലപാടിലേക്ക് പോകുമോ സർക്കാർ? പോകുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഇത്രയും എല്ലാം ഞങ്ങൾ റെപ്രസെന്റേഷൻ കൊടുക്കുകയും ഇവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തിട്ട് വീണ്ടും ഒരു കരട് ബില്ലുണ്ടാക്കി അത് എത്രയും പെട്ടെന്ന് അവതരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസനീയമായി അറിയുന്നത്. ഇപ്പൊ ഫലത്തിൽ കേരളത്തിലെ TC മെഡിക്കൽ കൗൺസിൽ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ മാറ്റിക്കൊണ്ട് കേരള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ബില്ല് അവതരിപ്പിച്ച് ഇപ്പൊ കേരള മെഡിക്കൽ കൗൺസിലാണ് പ്രവർത്തിക്കുന്നത്. അതിനകത്ത് മുൻപുണ്ടായിരുന്നതിൽ ഒരു 38-ാം വകുപ്പ് പ്രകാരം പാരമ്പര്യ വൈദ്യന്മാരെ ഇത്ര വർഷം കഴിഞ്ഞാലുള്ളവരെ സംരക്ഷിക്കാൻ വകുപ്പുണ്ടായിരുന്നു. അതെല്ലാവരും ചെയ്തു കഴിഞ്ഞു. ആ വകുപ്പ് പോലും ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം 2020 കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആ വകുപ്പ് പോലും എടുത്ത് കളയണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ച് 2021 മെഡിക്കൽ കൗൺസിൽ ബില്ലിൽ അത് ഒഴിവാക്കി. ഇപ്പോൾ നടപ്പിലുള്ള ബില്ലിൽ അതിനും അനുവാദമില്ല. ഇങ്ങനെ ഒരു ഇപ്പോൾ വരുന്ന ഈ വിഷയത്തിൽ ഒരു സമാന്തര കൗൺസിൽ തന്നെ ഉണ്ടാവും. ഇതിന്റെ കമ്മീഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ കൗൺസിലിന് സമാനമായ ഒരു കമ്മീഷനാവും. അതിൽ വളരെ രസകരമായിട്ട് എലിജിബിലിറ്റി ഫോർ രജിസ്ട്രേഷനിൽ എഴുതിയിരിക്കുന്നത് സെൽഫ് ഡോക്യുമെന്റേഷൻ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ്. അതിന് യാതൊരു ക്രൈറ്റീരിയ ആസ് പെർ നോംസ് ഫിക്സ്ഡ് ബൈ ദി കമ്മീഷൻ. എന്തിനാണ് ഇന്ത്യയിൽ മെഡിക്കൽ പ്രാക്ടീസിന് ഇന്ത്യയിലും കേരളത്തിലും വ്യക്തമായ നിയമമുണ്ടല്ലോ, പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു ശ്രമം നടത്തുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു കാര്യം ആരുടെ വിനോദ് കുമാർ, ആരുടെ സമ്മർദ്ദമായിരിക്കാം അങ്ങനെയെങ്കിൽ? അത് ഈ വിഭാഗത്തിൽ ഇപ്പോൾ ഇവിടെ സംസാരിച്ചിരുന്നവർ ഒരു പ്രതിനിധി ഉണ്ടല്ലോ ഇവരുടേതായി, അവരടക്കമുള്ളവരുടെ സമ്മർദ്ദമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സമാന്തരമായ ഒരു കൗൺസിൽ ഉണ്ടാകുന്നു, ഈ കമ്മീഷൻ ഉണ്ടാകുന്നു, എന്നിട്ട് അവര് ഡിഗ്രിയും ഡിപ്ലോമയും വരെ നടത്താൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കഴിയുമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇന്ത്യയിലെ നാഷണൽ കൗൺസിലുകൾ അംഗീകരിക്കാത്ത ഡിഗ്രിയോ ഡിപ്ലോമയോ ഒരു യൂണിവേഴ്സിറ്റിക്കോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനോ നടത്താൻ മെഡിക്കലിൽ സാധ്യമല്ല? അത് NMC-യിലാണെങ്കിലും അതെ, അലോപ്പതിയിലാണെങ്കിലും അതെ, ആയുർവേദത്തിലാണെങ്കിലും അതെ, ഹോമിയോയ്ക്കാണെങ്കിലും അതെ. ഈ സാഹചര്യത്തിൽ എന്താണ് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത്? ഇവിടെ ഒരു വലിയ വിഭാഗം ഞാൻ പറഞ്ഞല്ലോ 30,000 ആയുർവേദ രജിസ്റ്റേർഡ് പ്രാക്ടീഷണേഴ്സ് ഉള്ള കൂടുതൽ വിദ്യാർത്ഥികളെ ഗവൺമെന്റ് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വളരെ പ്രാകൃതമായ ഒരു ബില്ലാണ് എന്ന് ഞങ്ങൾക്ക് പറയാതെ വയ്യ. ശ്രീ ഷാഫി ഗുരുക്കൾ, എന്താണ് ഇതിൽ പറയാൻ കഴിയുക? കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു പഠന കേന്ദ്രം വരികയാണെങ്കിൽ അവിടെ സ്വാഭാവികമായും ഡിഗ്രി ഉൾപ്പെടെ നൽകേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ഒരു മാനദണ്ഡമുണ്ടോ? തീർച്ചയായിട്ടും ഗവൺമെന്റ് അങ്ങനെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പാണ് ഗവൺമെന്റ് കൈക്കൊണ്ടത്. ഗവൺമെന്റ് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ സർട്ടിഫിക്കേഷൻ അല്ല കൊടുക്കുന്നത്. ഇനീഷ്യലായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ വേണ്ടി ബഡ്ജറ്റിൽ ഒരു ഫണ്ട് വകയിരുത്താം. നമ്മൾ എന്തിനാ ഇത്രമാത്രം അസ്വസ്ഥമാകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യപ്രധാനം. കേരളത്തിന്റെ തനിമ, കേരളത്തിന്റെ പാരമ്പര്യം, കേരളത്തിന്റെ ആരോഗ്യസ്ഥിതി, ഇതെല്ലാം നമുക്ക് അവകാശപ്പെട്ട സാധനങ്ങളാണ്. കേരളം മികച്ചതായി നിൽക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും. എന്തുകൊണ്ടാണ്? എല്ലാ സിസ്റ്റങ്ങളും മറ്റു സംസ്ഥാനങ്ങളില്ലേ? ആ സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ആരോഗ്യ പരിരക്ഷയും പുരോഗതിയും കേരളം ഇത് മനുഷ്യന്റെ ജീവൻ വെച്ചുള്ള കളിയാണ്. നമ്മൾ ഈ സമീപകാലത്തൊക്കെ നമ്മൾ തന്നെ പല ക്യാമ്പയിനും ഉണ്ടായിരുന്നു. ഈ മുറിവൈദ്യന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് അവർ നടത്തുന്ന പരിപാടികൾ, ചില പ്രയോഗങ്ങൾ, അത് മൂലം എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഫിൽട്രേഷൻ വേണം, ഫിൽറ്ററിംഗ് വേണം. അങ്ങനെയൊക്കെ ഉണ്ടോ ഇതിൽ? അതിനുള്ള ഇനീഷ്യൽ സ്റ്റേജ് ആണ് ഗവൺമെന്റ് അവലംബിച്ചത്. ഒത്തിരി ജ്ഞാനമുള്ള, നോളേജുള്ള, സ്കില്ലുള്ള, പാരമ്പര്യമായിട്ടുള്ള വൈദ്യന്മാരെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അത് കേരളത്തിന്റെ ഒരു അസറ്റാണ്. നമ്മൾ പറയുമ്പോൾ കേരളത്തിൻ്റെതായ ഒരു മൂല്യമാണ് നമ്മുടേത്. എന്തുകൊണ്ടാണ് വൈദേശികമായുള്ള ആളുകൾ കേരളത്തിൽ ഇത്തരം ചികിത്സയ്ക്ക് വരുന്നത്?
അവർ ഈ ചികിത്സാ രീതികളെ കുറിച്ച് പഠിച്ചിട്ടാണ് വരുന്നത്. ഈ ചികിത്സാ രീതിയെ പരിപോഷിപ്പിക്കാൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമാണ്. ഇത് ഒരു സിസ്റ്റമാണ്. ഇവിടെ നിങ്ങൾ ആയുർവേദം ഉണ്ടെന്ന് പറയുന്നു, യുനാനി ഉണ്ടെന്ന് പറയുന്നു, നിങ്ങൾ മോഡേൺ മെഡിസിൻ ഉണ്ടെന്ന് പറയുന്നു. 2015 ഈ ചികിത്സാ രീതികളെ സംയോജിപ്പിക്കാൻ വേണ്ടി മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന ആയുഷ് മിനിസ്ട്രി അത് ഹൈജാക്ക് ചെയ്യപ്പെടുകയും ഇതിൽ പരിപോഷം കിട്ടാത്ത ഒരാളുകളാണ് ഈ പാരമ്പര്യ വൈദ്യക്കാർ. തീർച്ചയായും തലമുറകളായി കൈമാറി. വളരെയധികം നന്ദി ഷാഫി ഗുരുക്കൾ. താങ്കൾ അതിന്റെ ഗുണവശങ്ങൾ അത് പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. ശ്രീ എൻ എം അരുൺ, ഇതിന്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ആയുർവേദ ഈ അസോസിയേഷൻ പറയുന്നത് പോലെ ഉണ്ടോ? കാരണം നമ്മളിപ്പോൾ ദൈനംദിനമായി നമ്മൾ കണ്ടുവരികയാണ്, നമ്മുടെ മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം, നമ്മുടെ പരമ്പരാഗത വൈദ്യങ്ങളും മൂല്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. കാരണം ലോകത്തിന്റെ വാതായനങ്ങളായിട്ടൊക്കെ അതൊക്കെ നമ്മൾ അവതരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പദവിയിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഒരു ഓഡിറ്റിങ്, അവിടെ ഈ കാര്യങ്ങളെ മോണിറ്റർ ചെയ്യാനുള്ള കൃത്യമായ കാര്യങ്ങൾ വേണം. ഒരു സമിതിയെ പോലും വ്യക്തമായി നിയോഗിച്ചതിന് ശേഷമേ ഇത്തരം കാര്യങ്ങളിലേക്ക് ചുവട് വയ്ക്കാൻ കഴിയുകയുള്ളൂ. അതൊക്കെ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരർത്ഥത്തിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യപരമായിട്ടുള്ള ആശങ്കകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? അരുൺ, നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ആരോഗ്യ സൂചിക വളരെ മെച്ചപ്പെട്ടിരിക്കുന്നത് കപടവൈദ്യം ഇവിടെ വളരെ കുറവായതുകൊണ്ടാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇവരാണ് കൂടുതലും വൈദ്യന്മാരായിട്ടുള്ളത്. അവിടെയൊക്കെ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരൊക്കെ വളരെ കുറവാണ്. വടക്കേ ഇന്ത്യയിലൊക്കെ പോയി നോക്കിയാൽ ഇതുപോലെയുള്ള കപടവൈദ്യം കൂടുതലുള്ളത് കൊണ്ടാണ് അവിടെ ആരോഗ്യ രംഗം മോശമായിരിക്കുന്നു. ഇവിടെ നമുക്ക് ആവശ്യത്തിന് ഡോക്ടർമാരുണ്ട്. ഇവിടെ പ്രൈമറി ഹെൽത്ത് സെന്ററും മുതൽ താലൂക്ക് ഹോസ്പിറ്റലും ജില്ലാ ഹോസ്പിറ്റൽ വരെ എല്ലാ സ്ഥലത്തും കൃത്യമായിട്ടുള്ള ചികിത്സകളും അതുപോലെ രോഗപ്രതിരോധവും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ആരോഗ്യ സൂചിക മെച്ചപ്പെട്ടിരിക്കുന്നത്. ആ ആരോഗ്യ സൂചിക മോശമാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ആളുകളെ വളഞ്ഞ വഴിക്ക് കപട വൈദ്യന്മാരായിട്ട് സർക്കാർ അംഗീകാരം കൊടുക്കുന്നത്. വളരെ മോശപ്പെട്ട കാര്യമാണ്. നമുക്ക് പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഒരാൾ പാരമ്പര്യമായിട്ട് എന്റെ അച്ഛന്റെ അച്ഛനും ഡ്രൈവർ ആയതുകൊണ്ട് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാതെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് തരണമെന്ന് പറയുന്ന പോലെയൊക്കെ തന്നെയാണ്. ഇതെല്ലാം തികച്ചും നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ വിചാരിക്കുന്നത് സർക്കാർ ഇതുപോലെയുള്ള ഒരു തെറ്റിലേക്ക് പോവില്ല എന്നുള്ളത് തന്നെയാണ്. അത് സർക്കാർ ഒരിക്കലും ഇങ്ങനെ ഒരു പാരമ്പര്യ വൈദ്യന്മാർക്ക് ഇങ്ങനെ ഒരു ആവശ്യം അവരുടെ ആവശ്യം ഒരിക്കലും നിർവഹിച്ചു കൊടുക്കാൻ പാടില്ല. നമ്മുടെ ആരോഗ്യരംഗത്ത് വളരെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്തുകൊണ്ടാൽ ഇപ്പോൾ തന്നെ ഡോക്ടർമാരുടെ എണ്ണം വളരെ അധികമാണ്. അവർക്ക് പലപ്പോഴും ആവശ്യത്തിന് വർക്കോ പണിയോ കിട്ടാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ വ്യാജ വൈദ്യന്മാർക്ക് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വ്യാജ ചികിത്സകൾ തന്നെ ചെയ്യണം. പല ആളുകളും ഈ മോഡേൺ മെഡിസിന്റെ മരുന്നുകളാണ് ഇവർ പലരും കൊടുക്കുന്നത്. മോഡേൺ മെഡിസിൻ പഠിക്കാതെ, എന്നാൽ മോഡേൺ മെഡിസിന്റെ മരുന്നുകൾ തെറ്റായ ഡോസിലും തെറ്റായ അസുഖങ്ങൾക്കൊക്കെ കൊടുത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പോഴേ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങൾ കൂടാനേ സാധ്യതയുള്ളൂ. പലപ്പോഴും ഈ രോഗിക്ക് ഇയാള് ഗവൺമെന്റ് അംഗീകൃത ഡോക്ടറാണെങ്കിൽ ശരിക്കുള്ള ഡോക്ടറാണോ അല്ലേന്ന് അറിയില്ല. ഗവൺമെന്റ് അംഗീകൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രോഗികളെ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു ബില്ലിന് ഒരു അനുവാദം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. വളരെയധികം നന്ദി ശ്രീ ജി വിനോദ് കുമാർ, ഒപ്പം ഡോക്ടർ എൻ എം അരുൺ, നേരത്തെ നമ്മോട് പ്രതികരിച്ച ഷാഫി ഗുരുക്കൾ. അങ്ങനെ ഈ നാട്ടുവൈദ്യ പരമ്പരാഗത പഠന കേന്ദ്രം സർക്കാർ അതിൻ്റെ ചുവടുവയ്പ്പിലേക്ക് കടക്കുമ്പോൾ വലിയ ആശങ്കയാണ് ഈ മേഖലയിലെയും IMAയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ഒപ്പം ആയുർവേദ അസോസിയേഷൻ്റെയും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആ പ്രതികരണമാണ് നമ്മൾ തേടിയത്.